മണിക്കൂറിൽ 120 ഉൽക്കകൾ വരെ മാനത്ത് പെയ്യുന്ന അപൂർവ ദൃശ്യം. 2024 ഏറ്റവും ആകർഷകമായ ബഹിരാകാശ വിസ്മയങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ജെമിനിറ്റ് ഉൽക്കാവർഷം തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഡിസംബർ 12-നും 13-നുമാണ് ജ്യോതിശാസ്ത്ര ലോകത്തിന്റെ എല്ലാ കണ്ണുകളും കൂർപ്പിക്കുന്ന ജെമിനിറ്റ് ഉൽക്കാവർഷം ഭൂമിയിൽ നിന്ന് കാണാനാവുക. എല്ലാ വർഷവും ഡിസംബർ മാസം മധ്യേ മാനത്ത് ഏറെ ഉൽക്കകൾ കാണാറുണ്ട്. 2024 ഡിസംബർ 4 മുതൽ 20 വരെയാണ് ഉൽക്കാവർഷമുള്ളത്. ഈ വർഷം ഉൽക്കാവർഷം ഏറ്റവും പാരമ്യത്തിൽ എത്തുന്നത് ഡിസംബർ 12-13 തീയതികളിലായിരിക്കും. മണിക്കൂറിൽ 120 ഉൽക്കകൾ വരെ ഈ ദിവസങ്ങളിൽ കാണാനാകും. സമീപ പതിറ്റാണ്ടുകളിൽ ജെമിനിറ്റ് ഉൽക്കകൾ ഭൂമിയോട് കൂടുതൽ അടുത്ത് ചുറ്റിക്കറങ്ങുന്നതിനാൽ ഇവ കാണാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഏറ്റവും തെളിച്ചവും വേഗമുള്ളതുമായ ഉൽക്കാവർഷമെന്നാണ് ജെമിനിഡിന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നൽകുന്ന വിശേഷണം. പ്രത്യേക ടെലിസ്കോപ്പുകളോ ബൈനോക്കുലറുകളോ ഇല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജെമിനിറ്റ് ഉൽക്കാവർഷം മനുഷ്യർക്ക് ആസ്വദിക്കാം. സാധാരണ ഉൽക്കകൾ ധൂമകേതുക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജെമിനിറ്റ് ഉൽക്കാവർഷം 3200 ഫേത്തോൺ എന്ന ചിഹ്നഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ കാരണം സംഭവിക്കുന്നതാണ്. മണിക്കൂറിൽ 2,41,000 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക. വെള്ള, മഞ്ഞ, പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ ജെമിനിറ്റ് ഉൽക്കാവർഷം മാനത്ത് സൃഷ്ടിക്കും. രാസഘടനയുടെ പ്രത്യേകതകൾ കാരണമാണ് ജെമിനിറ്റ് ഉൽക്കാവർഷം ആകാശത്ത് നിറങ്ങളുടെ വിസ്മയം തീർക്കുന്നത്. ഈ ബഹിരാകാശ അവശിഷ്ടങ്ങളിലുള്ള സോഡിയവും കാൽസ്യവുമാണ് ഇതിന് കാരണം. ജെമിനിറ്റ് ഉൽക്കാവർഷം 1862 ആദ്യമായി കണ്ടെത്തിയതെന്നാണ് ചരിത്രം. ജെമിനിറ്റ് ഉൽക്കാവർഷം ഏറ്റവും ആകർഷകമായി കാണണമെങ്കിൽ നഗര വെളിച്ചത്തിൽ നിന്ന് ഏറെ മാറി വാനനിരീക്ഷണം നടത്തണമെന്ന് നാസ നിർദ്ദേശിക്കുന്നു. ഈ വർഷം പെർസീഡിയസ് ഉൽക്കാവർഷവും ഭൂമിയിലെത്തിയിരുന്നു. ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാവർഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ പാതയിൽ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കും. ഭൂമി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങും. ഇത്തരത്തിൽ 133 വർഷം കൂടുമ്പോൾ ക്ഷീരപഥത്തിന്റെ ഉൽക്കകൾ നിറഞ്ഞ അതിർത്തിയായ ഉർട്ടുമേഘങ്ങളിൽ നിന്ന് വരുന്ന സ്വിഫ്റ്റൽ എന്ന ചിഹ്നഗ്രഹം സൗരയുധത്തിലൂടെ കടന്നു പോകാറുണ്ട്. 1992 ഡിസംബറിലാണ് അവസാനമായി സ്വിഫ്റ്റൽ ഭൂമിയുടെ സമീപത്തുകൂടി പോയത്. ഈ സമയം ഇതിൽ നിന്ന് പുറത്തു വന്ന പൊടിപടലങ്ങളും മഞ്ഞും മറ്റും ഇപ്പോഴും സൗരയുധത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് പെർസീഡ് ഉൽക്കാവർഷം ഉണ്ടാകുന്നത്. 2026 ജൂലൈയിലായിരിക്കും ഇനി സ്വിഫ്റ്റൽ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്കരികിലൂടെ കടന്നു പോകുക. അതേസമയം ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ എല്ലാ വർഷവും ഭൂമി കടന്നു പോകുന്നതിനാൽ വർഷാവർഷം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ പെർസീഡിയസ് ഉൽക്കാവർഷം ദൃശ്യമാകാറുണ്ട്. മറ്റുൽക്കാവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണിക്കൂറിൽ കാണാൻ കഴിയുന്ന ഉൽക്കകളുടെ എണ്ണം തന്നെയാണ് പെർസീഡിയസ് ഉൽക്കാവർഷത്തെ വ്യത്യസ്തമാക്കുന്നത്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ നിരീക്ഷകർക്ക് ഓരോ മണിക്കൂറിലും 50 മുതൽ 75 വരെ ഉൽക്കകൾ കാണാനാകും. മറ്റുള്ളവർക്ക് മിനിറ്റിൽ ഒരു ഉൽക്കയെങ്കിലും കാണാൻ സാധിക്കും. ഭൂമിയിൽ എല്ലായിടത്തും ഉൽക്കാവർഷം ദൃശ്യമാകും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെന്നതാണ് മറ്റൊരു സവിശേഷത. അതേസമയം നക്ഷത്ര നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ബൈനോക്കുലറുകളും ടെലിസ്കോപ്പുകളും കാഴ്ചകളെ കൂടുതൽ മിഴിവുള്ളതാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.